നമസ്കാരം. ഞാനിവിടെ ഫുജിറ എന്ന എമിറേറ്റിലാണ്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന പ്രദേശത്ത് നിന്നും ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ മൊയ്തീൻ, അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ ഒരു അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള തിരുനാവായയിൽ നിന്നും ഏതാണ്ട് 18 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ അബ്ബാസ്. മൊയ്തീൻ ആൻഡ് അബ്ബാസ് ആണെന്ന് ഞങ്ങളുടെ അതിഥികൾ. ഗ്രീൻലാൻഡ് റിയൽ എസ്റ്റേറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സാണ് അവർ രണ്ടുപേരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ മൊയ്തീൻ ആൻഡ് മിസ്റ്റർ അബ്ബാസ്. രണ്ടുപേർ രണ്ട് ദേശത്തു നിന്നാണ്. ഒരാൾ കണ്ണൂരിൽ നിന്ന്, ഒരാൾ മലപ്പുറത്ത് നിന്ന്. നാട്ടിൽ വെച്ച് മുൻ പരിചയമൊന്നുമില്ല. 6 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീൻലാൻഡ് റിയൽ എസ്റ്റേറ്റ്, ബൈത്തുൽ മദീന കൺസ്ട്രക്ഷൻ കമ്പനി, അങ്ങനെ 2 സ്ഥാപനങ്ങൾക്ക് ഒരുമിച്ച് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. ഗ്രീൻലാൻഡ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ്. സെക്കൻഡ് ബൈത്തുൽ മദീന ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഗ്രോസറികൾ, കഫ്റ്റീരിയകൾ, ഗാരേജ് ഇതൊക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. എല്ലാം ഉണ്ട്, അൽഹംദുലില്ലാ നന്നായിട്ട് പോകുന്നു. കണ്ണൂർ ഇരിട്ടി വിളക്കോട് അവിടെയാണ് ജന്മദേശം. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് കച്ചവടമായിരുന്നു. എങ്ങനെയായിരുന്നു പ്രവാസ ജീവിതത്തിലേക്കുള്ള യാത്ര? പ്രവാസ ജീവിതത്തിലേക്ക് ഞാൻ ബോംബെയിലായിരുന്നു മുമ്പ്. അവിടെ ബിസിനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വാപ്പ മരിക്കാൻ നോക്കുന്ന ആ സമയത്തായിരുന്നു എനിക്ക് വിസ വന്നത്. മരിച്ച 1 മാസം 2 മാസം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഗൾഫിലേക്ക് വന്നത്. 15 വർഷങ്ങൾക്ക് മുമ്പ്. അബ്ബാസ് മലപ്പുറം തിരൂരിനടുത്തുള്ള തിരുനാവായ തിരുനാവയ്ക്കടുത്തുള്ള തിരുത്തി. പിതാവിന് എന്ത് ജോലിയായിരുന്നു? ബിസിനസ്. എങ്ങനെയായിരുന്നു ഗൾഫിലേക്കുള്ള യാത്ര? ബ്രദേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നു. എങ്ങനെയായിരുന്നു രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയത്? ഞങ്ങൾ ബിദിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോർഫഖാൻ്റെ അപ്പുറം അടുത്ത് മസ്ജിദിനടുത്ത് അതിൻ്റെ അടുത്ത് ഞങ്ങളൊരു കഫ്റ്റീരിയ തുടങ്ങിയിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞങ്ങളായിട്ട് ബന്ധപ്പെടുന്നത്. ബിദിയയിൽ കഫ്റ്റീരിയ നടത്തിയിരുന്ന മൊയ്തീനാണ്. അതെ. അവിടെ ചായ കുടിക്കാനൊക്കെ അബ്ബാസ്? ചായ കുടിക്കാനല്ല, അവിടെ ഇങ്ങനെ കാണാൻ മുമ്പേ കണ്ടിരുന്നു. പക്ഷെ അവിടെ വാദത്തിൻ്റെ പേരിൽ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് കൂടി. അതിനുശേഷമാണ് ഞങ്ങൾ ഒരു ബിസിനസ് ഐഡിയ ആദ്യം ആരാണ് പറയുന്നത്? കാരണം ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് പോവാം. ഞാനാണ് ഫസ്റ്റ് പറഞ്ഞത് റിയൽ എസ്റ്റേറ്റ് എന്ന കൺസെപ്റ്റ്. പക്ഷേ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് അതിൻ്റെ ഇടയ്ക്ക് ഒഴിവാക്കി പോയി. ഒരാൾ നാട്ടിലേക്ക് സെറ്റായി പോയി, ഒരാൾ വേറെ സ്വന്തമായിട്ട് തുടങ്ങി. ഇപ്പോൾ ഗ്രീൻലാൻഡ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു ബ്രോക്കറേജ് പോലെ അല്ല. സ്വന്തമായിട്ട് നിങ്ങളത് ലീസിന് എടുക്കുകയും എന്നിട്ട് ഡയറക്റ്റ് മറ്റുള്ളവർക്ക് റെന്റിന് എടുക്കുന്നു. അപ്പോൾ ഈ അറബിയുമായിട്ടുള്ള കോൺട്രാക്ട് നിങ്ങൾക്കായിരിക്കും? ഞങ്ങൾക്ക് ഡയറക്റ്റ്. ഞങ്ങൾ സെക്കൻഡ് പാർട്ടിക്ക് തേർഡ്. അതൊരു എത്ര പർട്ടിക്കുലർ ടൈം ഉണ്ട്? 10 വർഷത്തേക്ക്, 5 വർഷം, 10 വർഷം, 3 ഇയർ, അങ്ങനെ 3-4 ഇതായിട്ട് എടുക്കും. ഞങ്ങൾ എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു റിയൽ എസ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസതയാണ്. പരസ്പരം ഈ ലീസിന് എടുക്കുന്നവരും റെന്റിന് എടുക്കുന്നവരും തമ്മിലുള്ള ഒരു വിശ്വാസം. അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് നിന്നാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ വിശ്വാസതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതെ, ഞങ്ങൾ ഡീലിംഗ് വളരെ ക്ലിയറായിട്ട് ചെയ്യും. ഞങ്ങൾ ഡീലിംഗ് ഒരു ചെക്ക് കാര്യങ്ങൾ, ഞങ്ങൾ കൊടുക്കുന്ന ചെക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്തിട്ട് ആ ചെക്ക് ഞങ്ങൾ പാസ്സാക്കി കൊടുക്കും. അറബിയൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് പാർട്ടിക്ക് ഞങ്ങൾ കൊടുക്കുന്ന ചെക്കുകൾ പേയ്മെൻറ്റുകൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യും. അപ്പോൾ അറബികൾക്ക് ഫസ്റ്റ് കേഷ് കൃത്യ ടൈമിൽ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസ്യതയാണ്. ഒരു ദിർഹംസ് ആയാലും 1 ലക്ഷം ആയി കഴിഞ്ഞാൽ അവർക്ക് കൃത്യ ടൈമിന് ആ പൈസ, ആ ദിർഹംസ് അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് അതൊരു വിശ്വാസം. കാരണം അവർ പ്രതീക്ഷിച്ച് നിൽക്കും. അവരുടെ ശമ്പളങ്ങൾ, കാര്യങ്ങൾ, അവർ ശമ്പളം ലോണിനും അതിനും കൊടുക്കാനുണ്ടാവും. 1 ലക്ഷം ദിർഹംസ് ശമ്പളം കിട്ടുന്ന അറബിയായാലും അവർക്ക് ലോണ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് മാസത്തുമ്പോൾ അതും കഴിയും. പിന്നെ ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് പ്രതീക്ഷ ഉണ്ടാവും. 10-ാം തീയതി ഒരു ചെക്ക് ഉണ്ട്, ഞങ്ങൾക്ക് പേയ്മെൻറ്റ് വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ കൃത്യ ടൈമിൽ ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ അവർക്ക് എന്താണ് വിശ്വാസത നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമർ, അതും നമ്മൾ പരമാവധി അവർക്ക് വേണ്ടത് ഞങ്ങൾ മെയിൻ്റനൻസുകൾ, കാര്യങ്ങൾ, അവർക്ക് സർവീസുകൾ ഞങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കും. അപ്പോൾ അവർക്ക് 1 വർഷത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വർഷം കൊടുക്കാം. ചിലത് 2 വർഷം കൊടുക്കും, ചില 3 വർഷം കൊടുക്കും. അപ്പോൾ എന്നെ റിന്യൂ ചെയ്ത് കൊടുക്കും സെയിം. പിന്നെ ഞങ്ങൾ ഈ 5%, 10% ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഒരു വർഷത്തിൽ കൂട്ടും. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും അടിച്ചേൽപ്പിക്കൂല. ഞങ്ങൾക്ക് അങ്ങനെ കൂട്ടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ചെയ്യൂ.
ഇല്ലെങ്കിൽ ഞങ്ങൾ സെയിം റെൻറ്റിന് റെന്യൂ ചെയ്ത് കൊടുക്കും. ഒരുപാട് കസ്റ്റമേഴ്സായിട്ട് മലയാളികളും ഉണ്ട്. ഉണ്ട്, മലയാളികൾ കുറേ ഉണ്ട്. എല്ലാ രാജ്യക്കാരും ഉണ്ട്. എല്ലാം ഉണ്ട്. മലയാളി, നൈജീരിയ, അറബി, ഇംഗ്ലീഷ്, ഈജിപ്ഷ്യൻ എല്ലാം എല്ലാവരും ഉണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് തുടക്കം എങ്ങനെയായിരുന്നു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ നമ്മൾ ആരംഭിക്കുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാം. റിയൽ എസ്റ്റേറ്റ് ഞങ്ങൾ ഫസ്റ്റ് ബ്രോക്കർ കച്ചവടമായിരുന്നു. ഇങ്ങനെ വീടൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമ്പോൾ ഞങ്ങളത് വാങ്ങും. അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു ലൈസൻസ് കിട്ടുന്നതും. അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടി ബന്ധപ്പെടുന്നത്. 2-3 ടവർ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ 2-3 ബിൽഡിംഗ് ഒക്കെ ഞങ്ങൾ ടവർ ഫുജിറയിലാണ് വളരെ പ്രശസ്തമായ ടവറൊക്കെ എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2 ബിൽഡിംഗ് ഉണ്ട്. ഒന്ന് ഓൾഡ് ഇത്തിസ്ലാത്ത് റോഡിൽ സഫീർ സൂപ്പർ മാർക്കറ്റ് തൊട്ട് ന്യൂ ബിൽഡിംഗ്, പിന്നെ ഫാത്തിമ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ്, പിന്നെ മൊറബേൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് പോയി. പക്ഷേ ഇപ്പോൾ അടുത്ത് തുടങ്ങിയത് അൽഹംദുലില്ലാ ഖൈറാണ്. ഇപ്പോൾ 10-18 ആളോടുണ്ട്. എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ ഇവിടുത്തെ മെയിൻ്റനൻസ്? ഞങ്ങൾ കോൺടാക്റ്റിംഗ് ആണ്, കണക്ഷൻ അല്ല കോൺടാക്റ്റിംഗ് ആണ്. ബിൽഡിംഗ് ഒക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുക. പക്ഷേ ഇപ്പം കൂടുതൽ ഞങ്ങളെ വർക്കുകൾ തന്നെ ഞങ്ങൾ ഈ സ്ഥലം എടുത്തിട്ട് അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാം. അവിടെ ലേബർ ക്യാമ്പ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ റെന്റിന് കൊടുക്കും. കാരണം ഔട്ട്സൈഡ് തന്നെ പോകാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം നമ്മളെടുക്കുന്ന പ്രോപ്പർട്ടിയിൽ തന്നെ നമ്മൾക്ക് മെയിൻ്റനൻസ് ഒരുപാട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് കോൺട്രാക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയത്. അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വലായിട്ട് കുറേ ബിസിനസ്സുകളുണ്ട്. ഗ്രോസറി ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പിന്നെ ഫ്ലോർ മില്ല്, കുക്കിംഗ് ഗ്യാസിൻ്റെ പരിപാടിയാണ്. അബ്ബാസ് എങ്ങനെ ബ്രദേഴ്സിനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്? അതെ, ഫസ്റ്റ് ആയിട്ട് ആദ്യം അങ്ങനെ വന്നതാണ്. ബ്രദേഴ്സിന് നേരത്തെ ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്. സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടിയിട്ടാവുമല്ലോ. എക്സ്പീരിയൻസ് 5 വർഷം പോലെ ബ്രദേഴ്സിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം 6-10 വർഷം മുതൽ നമ്മൾ സ്വന്തമായിട്ട്. സൂപ്പർ മാർക്കറ്റ് എവിടെയാണ് ഉള്ളത്? അക്വയിലുണ്ട്, ദിബ്ബ റോഡിൽ, പിന്നെ ദദിനയിലുണ്ട്, പിന്നെ ദിബയിലുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ട് ഗൾഫ് രാജ്യത്തേക്ക് വരുമ്പോൾ മൊയ്തീൻ കരുതിയിരുന്നു അങ്ങനെ ഒരു ബിസിനസ് സംരംഭം? ഞാനിവിടെ ജോലിക്ക് വന്നായിരുന്നു ഫസ്റ്റിൽ. ആദ്യമായി ജോലി എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. ഞാൻ കുറേ തെരഞ്ഞു നടന്ന് അങ്ങനെ എന്നോട് ഫുജിറയിലാണോ വരുന്നത്? അല്ലല്ല, ഞാൻ റാസൽ ഖൈമയിലായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ പൊറാട്ടൻ്റെ പണിയാണ് എടുത്തത്, കിച്ചണിൽ. അതായിരുന്നു കിട്ടിയത്. അല്ല റെസ്റ്റോറൻറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഷോർമ, പിന്നെ കഫ്തീര, പിന്നെ 2-3 കഫ്തീരൊക്കെ തുറന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഞങ്ങളൊരു കഫ്തീര ഫുള്ള് വണ്ടി കയറി ഒരു 3 ആൾ മരിച്ചു, ഫുൾ താർന്നു പോയി. അതിന് ശേഷം ഞങ്ങൾ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങി. അപ്പോൾ എങ്ങനെയായിരുന്നു അല്ലയിൽ നിന്ന് ഫുജിറയിലേക്ക് എത്തിയത്? അല്ലയിൽ റാസൽ ഖൈമയായിരുന്നു. അപ്പോൾ നല്ലയിൽ പോയി. അപ്പോൾ ആ കടയിൽ നിന്ന് ഒഴിവാക്കി 2ാമത് റാസൽ ഖൈമ വന്നു. റാസൽ ഖൈമ ഷാർജയിലേക്ക് പോയി. ഷാർജ കുറേ കാലം കഫ്തീര ജോലി ചെയ്തു. അതിന് ശേഷം ഫുജിറ വന്നിട്ട് കട തുടങ്ങിയതാണ്. അതിന് ശേഷം ഒരു 2-3 കട, 3-4 കട എടുത്ത് ഞങ്ങൾ ഓപ്പണാക്കി പാർട്ട്ണർഷിപ്പായിട്ട്. വേറെ ടീമുണ്ടായിരുന്നു? വേറെ ടീമുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരുണ്ടാവും. പിന്നെ നിങ്ങൾ വന്നാൽ നാളെ വേറെ ആണെങ്കിൽ അവരെ കൂട്ടി വേറെ തുടങ്ങും, നിങ്ങളെ കൂട്ടി വേറെ തുടങ്ങും. അങ്ങനെയായിരുന്നു ഞങ്ങൾ. അപ്പം ഇവിടെ വന്നു വളരെയധികം കഷ്ടപ്പെട്ടു. ഒരുപാട് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തു. ഈ മണ്ണ് അത്രയ്ക്ക് പുണ്യമാണ്. കാരണം നമുക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒരു കണ്ണുനീര് തുള്ളിയെങ്കിലും ഒരു പ്രാവശ്യം വീണാൽ ഈ മണ്ണിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ എന്ത് പണിയും എന്ത് ജോലിയും ചെയ്യും എന്നുള്ളൊരു ഇത് ഞങ്ങൾക്കുണ്ട്. ഇപ്പം തന്നെ ഇപ്പോൾ രാത്രിയൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ സ്പോട്ടിൽ ആളെ ആക്കും. നമ്മളെ പണിക്കാർ ഉറങ്ങിയെങ്കിൽ ഞങ്ങൾ പോകും. ചില സമയത്ത് അങ്ങനത്തെ ഞങ്ങളൊരു എന്ത് ജോലിയും ചെയ്യുക എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. മനസ്സുണ്ട്. അതാണ് നമ്മൾ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും വിജയിക്കാൻ കഴിയും. അതാണ് ഈ പ്രവാസ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ എന്ത് ചെയ്യാൻ തയ്യാറുള്ള ആളാണെങ്കിൽ അയാൾക്ക് വിജയം ഉണ്ടാവും. അബ്ബാസിന് ഇവിടെ മാത്രമല്ല ബിസിനസ്, നാട്ടിലുണ്ട്. വളരെ റിലാക്സ്ഡ് ആയിട്ട് നിന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. നാട്ടിൽ ഇവിടെ ഒരേ സമയത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. നാട്ടിലെ മൊയ്തീനെ? എനിക്ക് നാട്ടിൽ കാര്യമായ ബിസിനസ്സൊന്നുമില്ല. ഇവിടെ ഉണ്ട് ബിസിനസ്. വേറെ കഫ്തീര ഉണ്ട്, പിന്നെ മൊബൈൽ ഷോപ്പ് ഉണ്ട്, ഗാരേജ് ഉണ്ട്. അത് സെപ്പറേറ്റ് ആണോ? അല്ലാതെ അതിൽ വേറെ പാർട്ണർഷിപ്പ് ഉണ്ട്. അതിൽ അബ്ബാസ് ഉണ്ട്,
ഇപ്പോൾ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ തുറക്കുന്നുണ്ട്, ഓപ്പൺ ഇപ്പം 2-3 ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ട്. 3 ദിവസം കൊണ്ട് ഓപ്പൺ ആക്കുന്നുണ്ട്. എവിടെയാണത്? അത് പുതിയ സീപ്പോർട്ടിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ടുപേരാണ് നമ്മുടെ മാതാപിതാക്കൾ. മൊയ്തീൻ്റെ മാതാപിതാക്കൾ എത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? എൻ്റെ ഉപ്പ മരിച്ചത് ഞങ്ങൾക്ക് ഭയങ്കര ഒരിപ്പോൾ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഭവം. അതിനുശേഷം ഞാൻ ഉമ്മാനെ ഇപ്പോൾ ഇങ്ങ് കൊണ്ടുവന്നു. അത് വന്ന വിഷമമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇങ്ങ് കൊണ്ടുവന്നു. ഞങ്ങളെ കൂടെ തന്നെ ഉള്ളത്. ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ വിസിയാക്കി. ഇപ്പോൾ ഉംറയ്ക്ക് മക്കത്ത് പോയി വന്ന് ഞങ്ങൾ അൽഹംദുലില്ലാഹ് ഉമ്മ ഉണ്ട്. ഞങ്ങളുടെ കൂടെ തന്നെ താമസം ഇവിടെ തന്നെ, ഇതേ വീട്ടിൽ തന്നെ ആണ്. 18 വർഷത്തെ പ്രവാസ ജീവിതം അബ്ബാസ് പഠിച്ച ഏറ്റവും വലിയ പാഠം ഏതാണ്? ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടാൽ വിജയിക്കാം. മാതാപിതാക്കൾ എങ്ങനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അവർ വളരെ സഹായിച്ചിട്ടുണ്ട് എല്ലാം നിലയ്ക്ക്. ഇപ്പോൾ ഉപ്പ മരിച്ചിട്ട് 3 വർഷമായി. ഉമ്മ ഉണ്ട്. അപ്പോൾ നാട്ടിൽ തന്നെ, അമ്മ നാട്ടിലുണ്ട്, തറവാട്ടിൽ തന്നെ. തറവാട്ടിൽ. മറ്റു ബ്രദേഴ്സൊക്കെ? ബ്രദേഴ്സ് എല്ലാവരും വീട് വേറെ വീട് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് തറവാട്ടിൽ എല്ലാവരും താമസിക്കുന്നത്. വിവാഹം കഴിച്ചിരിക്കുന്നത്? കൽപ്പകഞ്ചേരി. കുട്ടികൾ? 3 മക്കളുണ്ട്. മൂത്തയാൾ ആൺകുട്ടി. പേര്? അനസ്. അനസ്. പഠിക്കുന്നു? പഠിക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെ പഠിക്കും. രണ്ടാമത്തെ പെൺകുട്ടിയാണ് അസ്മ. അസ്മ 4ാം ക്ലാസ് പഠിക്കുന്നു. പിന്നെ ചെറിയ കുട്ടി 4 വയസ്സ്. മൊയ്തീൻ്റെ കുടുംബം വിവാഹം കഴിച്ചിരിക്കുന്നു? വിവാഹം കഴിച്ച് ഞാൻ തളിപ്പറമ്പ് ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തളിപ്പാറ. കുട്ടികൾ? 2 മൂത്തത് പെണ്ണ് റസ്ല, സെക്കൻഡ് റാഷിദ്. ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്? ഫുജിറയിൽ തന്നെ? ഫുജിറ തന്നെ, ഇവിടെ തന്നെ. സന്തോഷമായ ഒരു കുടുംബ ജീവിതം. അത് തന്നെയാണ് നമ്മുടെ എല്ലാ വിജയത്തിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത്. ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ചെയ്യുന്നു. വളരെ എല്ലാ ബിസിനസ് എന്ന് പറയുന്ന റിസ്ക്കും ടെൻഷനും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ പ്ലസൻ്റായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകുന്നു. ഞങ്ങളത് ഒരു ബിസിനസ് തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് നഷ്ടമായാലും അതിനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് പോവില്ല. അതിനെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കും. ഞങ്ങൾ പിടിച്ചു നിന്നിട്ട് പിന്നെ അതിനു വേണ്ടി ഞങ്ങൾ വളരെ പരിശ്രമിക്കും, കഷ്ടപ്പെടും അതിന് വിജയിപ്പിക്കാൻ വേണ്ടി. വിജയിപ്പിൻ്റെ ശേഷം ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് തിരിയും. ഒരു ബിസിനസ് വിജയിച്ച് ക്ലിയർ ആക്കിയിട്ട് കഴിഞ്ഞാലേ ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് അടുത്ത ബിസിനസ് തുടങ്ങും. ഒരു പ്രസ്ഥാനം, നമ്മളൊരു ബിസിനസ് സംരംഭത്തെ വിജയിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസാണ്. എത്രത്തോളം അവരുടെ ഒരു സപ്പോർട്ട്? എംപ്ലോയീസായിട്ട് വളരെ ഞങ്ങൾ ഒരു ഓണറാണോ അല്ല അവരൊരു എംപ്ലോയീസാണോ ഉള്ളവർ ഞങ്ങൾക്ക് അങ്ങനത്തെ ഞങ്ങൾ കാണിക്കലില്ല. വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ നിൽക്കുള്ളൂ. അവരെന്ത് പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ അതിൽ ഇടപെടും, ഞങ്ങൾ വേണ്ടത് ചെയ്തു കൊടുക്കും. അപ്പോൾ അവരും ഞങ്ങളോട് അങ്ങനെ നിൽക്കും. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഈ ഫുജിറയിൽ ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ട്. ഞങ്ങൾ മുന്നിൽ എന്താണോ വരുന്നത് അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കും. ഇന്ന ബിസിനസ്സൊന്നുമില്ല, അതിനുള്ള സെറ്റിങ്സും അതിനുള്ള ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരും. അതിന് ആ കണ്ടീഷൻ ചെയ്യാൻ അവരെ ഏൽപ്പിക്കും. ഒരു നല്ല സൗഹൃദമാണോ ബിസിനസ്സിൻ്റെ ഒരു ഒത്തൊരുമ, ഒരു ഡിസിഷൻ? കാര്യം ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം. അപ്പോഴാണ് നല്ലൊരു പാർട്ണർഷിപ്പ് ആവും. ഈ 6 വർഷത്തെ ബിസിനസ് കൂട്ടായ്മയെക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് പല പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു, പല ആൾക്കാരും എൻ്റെ കൂടെ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അബ്ബാസിൻ്റെ പോലത്തെ ഒരു പാർട്ണർഷിപ്പ് കിട്ടിയത് ഇപ്പോൾ അടുത്താണ്. അബ്ബാസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? അബ്ബാസിൻ്റെ ക്വാളിറ്റി താഴ്മ. എൻ്റെ മാതിരി തന്നെ ആണ്. ഞങ്ങൾ അഹങ്കാരങ്ങളില്ല. ഞങ്ങളൊരു ഇങ്ങനെ ഒരു ബിസിനസ്സുള്ള ആളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്ന സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങൾ മനസ്സറിഞ്ഞിട്ടുള്ള സംസാരങ്ങൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും. മൊയ്തീൻ അബ്ബാസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വിനയം എന്നാണ് പറഞ്ഞത്. മൊയ്തീൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് അബ്ബാസ്? തന്നെ വിനയമാണ്. ഇതുവരെയുള്ള യാത്ര സഫലമാണ്? ഇതുവരെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു 99% അൽഹംദുലില്ലാഹ് ഖൈറാണ്. ദൈവം പടച്ചവൻ അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അത് പടച്ചവൻ തരും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അബ്ബാസിന് ആ പ്രതീക്ഷയിൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷം. തിരക്കേറിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നതിൽ. മുന്നോട്ടുള്ള യാത്ര ഒരുപാട് നന്മയും ഒരുപാട് ഐശ്വര്യവും നൽകട്ടെ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അബ്ബാസ്. താങ്ക് യു മൊയ്തീൻ.